ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ആ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ശാന്തിയും സമാധാനവും നീ ഇട്ടുകൊടുക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജനങ്ങളെ, ഇന്ന് ഞങ്ങൾ കബീറിന് നേരെ നടന്ന അക്രമം, അതിന് നേരെ ഒരു പ്രതിഭടന കാര്യക്രമമാണ്. ഈ കാര്യക്രമം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. നേരത്തെ ഒരു അമുസ്ലിമായ മനുഷ്യന്റെ ഒരു ശവശരീരം ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ ആദരിക്കണം, റെസ്പെക്ട് കൊടുക്കണമെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു മനുഷ്യന്റെ ശവശരീരം പോകുമ്പോൾ ഇവിടെ ഇരുന്നതായിരിക്കുന്ന ജനങ്ങൾ എണിച്ചു നിന്നിട്ട് ആദരിക്കാൻ കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് മനുഷ്യനിക്ക് വേദനയാകുമ്പോൾ, മനുഷ്യനിക്ക് സങ്കടപ്പെടുമ്പോൾ, അക്രമമാകുമ്പോൾ അതിലേക്കുള്ളതായിരിക്കുന്ന ശബ്ദം എടുക്കാനുള്ളതായിരിക്കുന്ന സംഘടനയാണ് എന്ന് കാണിച്ചു. മാത്രമല്ല സമുദായത്തിലേക്ക് ഇതുപോലെയുള്ളതായിരിക്കുന്ന അക്രമങ്ങൾ, ഇതുപോലെയുള്ളതായിരിക്കുന്ന ദുരന്തങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നിച്ചിട്ട് പോരാടണം, അതിന് വേണ്ടി ഷഹീദാകാനും. കബീർ ഒരാൾ ഷഹീദായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഷഹീദാകാനുള്ളതായിരിക്കുന്ന സർവ്വ ആൾക്കാരും ഇവിടെ തയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എൻ്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളോട് പറയുന്നത്, ഒരു മുൻകാലം പോലെയല്ല ഇത്. കുറെ കാലത്തിന് മുമ്പ് നായിനേക്കാളും പൂച്ചനേക്കാളും കൊന്നതുപോലെ കൊല്ലുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ മിണ്ടാതിരിക്കുകയില്ല. കാരണം റസൂൽ പറഞ്ഞ അതേ ആദർശത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി വന്ന ഈ സുന്ദരമായിരിക്കുന്ന സംഘടന ഈ മനുഷ്യർക്ക് മാത്രമല്ല സമുദായത്തിലേക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നെഞ്ഞൂക്കത്തോടുകൂടി ധൈര്യത്തോടുകൂടി സമരം ചെയ്യാൻ സിദ്ധമാണ് എൻ്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത്, ഇത്രയും ദുരന്തങ്ങൾ നമ്മുടെ സാഫി പിള്ളാരെ അവர்கள் സൂചിപ്പിച്ചതുപോലെ ഒന്നല്ല രണ്ടല്ല നിരന്തരമായി സമുദായത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഈ കബീർ കഴിഞ്ഞ ഇലക്ഷനിൽ ഏതിലേക്ക് വോട്ട് ചെയ്തു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഈ പറയുന്ന സമയത്തോ നമ്മുടേതായിരിക്കുന്ന ഗവൺമെന്റും വളരെയേറെ ശ്രദ്ധിച്ചു. അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ഇത്രയും അക്രമം ചെയ്തവർക്ക് നേരെ എന്ത് നടപടിയെടുത്തു? അതുകൊണ്ട് നമ്മുടേതായിരിക്കുന്ന ഈ കബീർ അദ്ദേഹത്തിന്റെ ന്യായത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ന്യായത്തിന് വേണ്ടി, ഇനി ആയിരിക്കും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവം സംഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങളിൽ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതിലേക്ക് നേരെ സമുദായത്തിലേക്കും നമ്മുടെ മനുഷ്യർക്കും ന്യായത്തിന് വേണ്ടി, അതായത് ഒന്നിച്ച വേദിയാണ് കാണുന്നത്. നമ്മുടെ ജാത്യാതീത ജനതാദളത്തിൻ്റെതായിരിക്കുന്ന ആൾക്കാരും STFന്റെ ആൾക്കാരും രാഷ്ട്രീയപരമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് വന്നാൽ ഇതുപോലുള്ളതായിരിക്കുന്ന അക്രമങ്ങളെ തടയാൻ അവർ സന്നദ്ധരാണ്. ഏത് സമയത്തും സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഈ പരിപാടിയിലേക്ക് എല്ലാ നിലക്കുള്ളതായിരിക്കുന്ന ആശംസ നേടി ആ കുടുംബത്തിലേക്ക് അല്ലാഹു ശാന്തിയും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ವಂದನೆಗಳು. ಸೈಯದ್ ಇಬ್ರಾಹಿಂ ತಂಗಲ್ ಆಟೂರವರಿಗೆ ನಕಲಿ ಎನ್ಕೌಂಟರ್